അപ്പൊ ഒന്ന് വാപ്പ രണ്ട് ഉമ്മ, ഒന്ന് വാപ്പ രണ്ട് ഉമ്മ. മൂന്നാമത്തതാണ് കുടുംബം എന്ന് പറയുമ്പോ ഭാര്യ. നാലാമത്തതാണ് കുടുംബം എന്ന് പറയുമ്പോ ഭർത്താവ്. എന്താ ഭാര്യ? ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ആർക്കും അവരവരെ കുറിച്ചറിയേണ്ടതില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണത്. ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ്. ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തു തരേണ്ടത് എന്നാണ്. കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ പുതിയാപ്പിളാരൊക്കെ വന്നിട്ട് പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലൊന്ന് പറയുന്നുണ്ട്. നല്ല പെണ്ണുങ്ങളുണ്ട് ഇവിടെ, കൊള്ളായിട്ട് അപ്പുറത്തും ഉണ്ട്, അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയുന്നുണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയേണ്ടതെന്ന് നമ്മൾ ചോദിക്കാൻ കേൾക്കാനൊരു അവസരം കൊടുത്താൽ ഓല് നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ. അങ്ങനെയാണ്. ആർക്കും അവനാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയുന്നുണ്ടോ എന്ന്, കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയുന്നുണ്ടോ. നിസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ചെക്കന്മാരുണ്ട് ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ പറയും. നിസ്കരിച്ചാത്തവര് പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാർ ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ എന്ന്. അങ്ങനെ ആർക്കും അവനാനെ പറ്റി അറിയണ്ട. അത് ഇപ്പത്തെ ഒരു പ്രശ്നമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആർക്കും ഓലെ പറ്റി അറിയണ്ട. നബി തങ്ങളുടെ ഹദറത്തിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത് നബിയെ ഞങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരീന്നാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വരും, എന്നിട്ട് പറയും അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഭർത്താവ് ഭാര്യക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ നബിയേ. أن تطعمها إذا طعمت وأن تكسوها إذا اكتسيت ولا تقبه ولا تضرب الوجه ولا تضرب الوجه. നബി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ഭർത്താക്കന്മാരായ ഞങ്ങൾ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട. ഇജ്ജിങ്ങനെ വൈകുന്നേരം അസർക്കാരം കഴിഞ്ഞിട്ട് പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ടയൊക്കെ തിന്ന ഓള് പിന്നെ പിന്നെ മുറുക്കും ചായയും കുടിക്കാം. ഇജ്ജ് തിന്നാണെങ്കിൽ ഓക്കും കൊടുക്കണം. അപ്പത്തന്നെന്നൊന്നുമില്ല, അപ്പത്തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. പാർസലായിട്ട് വാങ്ങിക്കോ, കുറച്ചുകൊണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിലോ ഇടക്കോ ഓളയും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പോന്നങ്ങാണ്ട് വീടിയും തിന്നള, കുഴപ്പമൊന്നുമില്ല. ഇത് തിന്നണമൊക്കെ ഓർക്കും കൊടുക്കണം. അല്ല ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നു രാവിലെ ഇങ്ങനെ നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ടാണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങണു. വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനന്റെ തന്നെ നോക്കി വാങ്ങും. 2000, 2500, 3000 ഓക്ക് കീറിയ മാക്സി, അതാണ് നിർത്തിക്കളാൻ. വെടക്ക് സംസാരം നടത്തരുത്. പറയാണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം. വെടക്കായ സംസാരം നടത്തരുത്. വെടക്ക് സംസാരം എന്നത് പ്രാദേശികമാണ്. ഓരോ പ്രദേശത്തേക്കും ഓരോന്നായിട്ട് മാറി വരും. ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത്. വലാ തളിരിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. അവനാന്റെ പെണ്ണുങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല. പിന്നെയോ കിടപ്പറയിലല്ലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ആരും അറിയാൻ പാടില്ല. പിന്നെ കിടക്കാൻ ചെല്ലുന്നിടത്ത് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ. സ്വഹാബത്ത് നബിയോട്, നബിയെ ഭർത്താക്കന്മാരെന്തൊക്കെ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ. സ്വഹാബിയാത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും, നബിയെ പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു, അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു. അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു, ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു. ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ല നബിയേ, ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബിയത്തെ, അവർക്ക് അല്ലാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
കുറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യിദത്തുന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിയോട് ചോദിച്ചതാണ് ഈ ചോദ്യം. വേറൊരിക്കൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മു സലമയെ ഉമ്മു സലമ, ഇദാ ഹമൽതി, നിനക്ക് ഗർഭം ധരിച്ചാൽ. ഉമ്മു സലമ എന്ന് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പെണ്ണുങ്ങളെ. ഉമ്മു സലമയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഉമ്മു സലമിനോട് പറഞ്ഞു എന്ന് മാത്രം. പെണ്ണുങ്ങളെ, നിങ്ങൾ ഗർഭം ധരിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രയപ്പോ കൂലി? ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം മുലയൂട്ടുക എന്ന് അങ്ങനെയല്ല പറയുന്നത്, ഓരോ ഈമ്പലിനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മസ് എന്നാണ്, മസ് പറഞ്ഞ ഈമ്പൽ എന്നാണ്. ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇടങ്ങാറായി ഇങ്ങാണ്ട് മുലകൊടുക്കരുത്. ഈ പണ്ടോറടക്കാൻ പറഞ്ഞാണ്ട് മുലകൊടുക്കരുത്. ഔദും ബിസ്മിയും ചൊല്ലിയിട്ട് നല്ല നിയത്തോടു കൂടെ മുലയൂട്ടണം. കാരണം ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലിയ. പിന്നെന്താ, അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാൽ കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ മടിയാണ്. അതിൽപ്പെട്ടൊരു കാര്യമാണിത്. അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ്, ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ്. മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭർത്താവ് അവന്റെ ബാധ്യതകൾ നിർവഹിക്കണം, ഭാര്യ അവളുടെ ബാധ്യതയും നിർവഹിക്കണം. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. അയ്യുമംറാത്തിൻ മാതത്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു, വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അപ്പോ എന്താ ഇവിടുന്നല്ലോ പുറത്തുനിന്ന് ഇലക്ഷന്റെ വാക്യ അതായിരിക്കും അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ, പിന്നത്തത് വാപ്പ, പിന്നെ ഭാര്യ, പിന്നെ ഭർത്താവ്, ഇനി മക്കൾ അഞ്ചാമത്തെ മക്കളാണ്. വാസ്തവത്തിൽ മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചൊരു സംവിധാനമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ തന്റെ മക്കൾ കാരണം ടെൻഷനായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത 100 ഷഹീദിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ്. മക്കളെ കാര്യത്തിൽ ഒരാൾ ടെൻഷനായി, മഹ്മൂമൻ ദുഃഖിതനായാൽ എന്ന് പറഞ്ഞോർത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഐ ബിസബബി ഇയാലിഹി എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഒരാൾ ദുഃഖിതനായാൽ, ഒരാൾക്ക് മക്കൾ കാരണം ടെൻഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ടെൻഷനും അല്ലാഹു തആല കൂലി തരുമല്ലോ, എല്ലാ ടെൻഷനും കൂലി തരും. ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങൾ ഒരു ഓഫർ കൊടുത്തു. ഖൈസാരാ വബിഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി എന്ന് പറഞ്ഞ ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുള്ള ഒരു സ്വഹാബിയാണ്. ചെവി ഒരല്പം കേൾവി കുറവാണ് ഖൈസിന്. ചെവി കേൾവി കുറഞ്ഞൊരു ഉറക്ക സംസാരിക്കും. അപ്പൊ ഖൈസ് ലേശം ഉറക്ക സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഖുർആനിൽ ഒരു ആയത്തിറങ്ങി,
ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ. നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങളാരും സംസാരിക്കരുതേ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി, സംസാരം കൊണ്ട് നബിയേക്കാൾ ഉറക്കയാക്കരുത്. ആ ആയത്തിന്റെ അവസാനം എത്തുമുണ്ടാവും അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ അതുകൊണ്ട് പൊളിഞ്ഞു പോകും. ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ അതണ്ട് കേട്ടുങ്ങാണ്ട് ആണ്ട് പോയതാണ് ഖൈസ്. പിന്നെ പള്ളിക്ക് വന്നില്ല. കാരണം മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു ഉറക്ക സംസാരിക്കുന്ന ആളാണ്. ഇതുവരെയുള്ള എല്ലാ അമലും പൊളിഞ്ഞു പോയി എന്ന് ഉറപ്പായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പോണ്ടല്ലോ വെച്ചിട്ടാണ് മൂപ്പര് വരാത്തത്. കുറെ ദിവസം കഴിഞ്ഞു. ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാറില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, ഖൈസ് എവിടെ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഖൈസ് വരലില്ല, കുറെ വന്നിട്ട്, എന്നാ പോയി കൂട്ടിക്കൊണ്ടിരിയാറ്. അങ്ങനെ ആളെ പറഞ്ഞയച്ചു. പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്ന്, എന്താ പള്ളിയിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പൊന്നാര നബിയെ, ഖുർആനിലെ ആയത്തിറങ്ങിയില്ലേ, ഇങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ആയത്തിറങ്ങി. ഏതായാലും ഇതുവരെയുള്ള മുഴുവൻ അമലും പോയി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ വരാത്തതാണ്, ഞാൻ ഉറക്ക വർത്താനം പറയുന്ന ആളാണ്, ഇങ്ങക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേടി നമ്മൾ നോക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച്, വെള്ളിയാഴ്ച എന്നല്ല ഏത് ദിവസമാണെങ്കിലും പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ 40 ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞമ്മക്ക് വെള്ളിയാഴ്ച ആകണമെങ്കിൽ 2 ഒച്ച ഇടണം. പള്ളിക്ക് വന്നിട്ട് 2 ഒച്ച ഇട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ചന്റെ ഒരു ഫീലിംഗ് കിട്ടൂല. അങ്ങനെയാണ് ഈ ഹദീസൊന്നും ഞമ്മക്കാണ് തലേക്ക് കയറുന്നില്ല സംഗതിയിൽ. ദുന്യവിയായ സംസാരം പള്ളിയിൽ നിന്ന് നടത്തിയാൽ 40 കൊല്ലത്തെ അമല് പൊളിയെന്ന് പറഞ്ഞ ഹദീസ് ഞമ്മക്കാണ് തലമക്കാണ് കയറില്ല. കാരണം ഞമ്മക്ക് 2 ഒച്ചട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വെള്ളിയാഴ്ച എന്നുള്ളതാണ്. ഒച്ചടല നമ്മളെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച. കുട്ടികളോട് നമ്മൾ ചോദിക്കലില്ല, മോനെ പള്ളിന്റെ മേലെന്ന് ഇന്ന് വർത്താനം കേട്ടിരുന്നു, ഇന്റെ കുട്ടി അതിലുണ്ടായിരുന്നോ എന്ന് നമ്മളാരും ചോദിക്കലില്ല. കാരണം എന്താ, ഈ ഹദീസൊന്നും ഞമ്മക്ക് വലിയൊരു വിഷയമല്ല. തന്നെ പള്ളിയിൽ നിന്ന് ദുന്യവിയ അതിനുവേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച പള്ളിയൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? 40 കൊല്ലത്തെ അമല് പൊളിക്കാനായിട്ട് വരിക, മൊബൈലും കയ്യും പിടിച്ചാണ്ട്, എന്നിട്ട് പള്ളിന്റെ മേലെ കയറി നിന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് 40 കൊല്ലത്ത് ഉണ്ടാവില്ല. ഒരാഴ്ചത്ത് മുഴുവൻ പൊളിച്ചിട്ട് പോവുക, അടുത്ത ആഴ്ച ഇനിയും പൊളിക്കാൻ ബാക്കിയുള്ളതല്ലേ. അങ്ങനെ ഓരോ ആഴ്ചയും വന്ന് ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് നമ്മൾ ആകെ പോണതുള്ളൂ പള്ളിയേക്ക്. അതൊന്ന് നേരത്തെ വന്നുങ്ങാണ്ട് ഇപ്പൊ ളുഹർ ബാങ്ക് 12, 14 13 എന്നിട്ട് ആൾക്കാർ കുറേ ആകെ ഒരു വെള്ളിയാഴ്ച ഉണ്ട്, അത് നേരം വൈകി പോകും. എന്നാ ബാങ്ക് കൊടുത്തിട്ട് പെരേന്ന് പോകുമ്പോ ഉമ്മയോ വാപ്പയോ ഒന്ന് പറയണ്ടേ കുട്ടിനോട്, ഉമ്മ ഒന്ന് ചോദിക്കണ്ടേ, മോനെ എടാ വെള്ളിയാഴ്ച മാത്രമല്ലേ ഉള്ളു പള്ളിയേക്ക് പോണത്, ഇന്നൊന്ന് നേരത്തെ പോയിക്കോ. എന്നിട്ട് ആ തട്ടിനോളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വർത്താനം പറയാതെ ഇരിക്കൊണ്ടൊന്നും ആരും പറഞ്ഞു കൊടുക്കലില്ല. വാപ്പാരും മക്കളെ ഉപദേശിക്കണില്ല, ഉമ്മാരും ഉപദേശിക്കണില്ല. ഇപ്പത്തെ കുട്ടികൾ ഉപദേശിച്ചാലൊന്നും നന്നാവൂല എന്നതാണ് ന്യായം. അതിനാരടാ പറഞ്ഞു നോക്കിയത് നന്നാവൂല്ലേന്നറിയാന്? ഏത് വാപ്പയെ പറഞ്ഞു നോക്കിയത്, ഏത് ഉമ്മയെ പറഞ്ഞു നോക്കിയത്? എത്ര പറയേണ്ടത്? നിസ്കരിക്കാൻ എത്ര പറയേണ്ടത്? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം. അങ്ങനെയല്ലോ. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. 7 വയസ്സ് തികയണ അന്ന് ഇങ്ങനെ കാത്തുക്കുക. അങ്ങനെ 2017 സെപ്റ്റംബർ 11 7 വയസ്സാവും. അപ്പൊ 2011 സെപ്റ്റംബർ 7 മോനെ എനിക്ക് 7 വയസ്സായിട്ടോ, നിന്നോട് ഞാൻ നിസ്കാരം കൊണ്ട് ഓർഡർ ചെയ്യുന്നു. പിന്നെ വാപ്പ അങ്ങനെ കാത്തു കഴിഞ്ഞ് 10 ആവട്ടെ എനിക്ക് ഞാൻ കാണിച്ചരടാ. അങ്ങനെയല്ലല്ലോ. പിന്നെ എത്രയോ പറയേണ്ടത്? 7 നിന്ന് 10ലേക്ക് 3 കൊല്ലം. 3 കൊല്ലം. ഒരു ദിവസം നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരം. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമുണ്ട്.
അപ്പൊ 5 × 365 × 3 പ്രാവശ്യം പറയണം. ഒരു ദിവസം 5 നേരം, അങ്ങനെ 360 ദിവസം പറഞ്ഞാൽ 1 കൊല്ലാവും. അങ്ങനെ 3 കൊല്ലം പറയണം. അങ്ങനെ അത്രയും നിസ്കരിക്കാൻ പറയേണ്ടത്. ആരെ പറഞ്ഞു നോക്കിയത്? പിന്നെ 10ാമത്തെ വയസ്സിൽ പോലെ തല്ലേണ്ടി ഒന്നും വരില്ല. നമ്മളത് പറയണില്ല. നമ്മൾ 7 പറച്ചിൽ പറയും. പിന്നെ അടുത്തത് 10 പറയാൻ നമുക്ക് പുളിവടി വെട്ടിയിട്ട് കൊണ്ടുപോയി അട്ടത്ത് വെച്ച് കാത്തിരിക്കുകയാണ്. 10 തേഞ്ഞിട്ട് വേണം 2 കൊടുക്കാനേ വെച്ചിട്ടാണ്. ഈ കൊടുക്കലാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. പറച്ചിൽ പരിപാടി പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് പറയാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞോടത്തൊക്കെ നേരായിട്ടുണ്ട്. വാപ്പാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട്, ഉമ്മാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട്. ഉമ്മാര് പറഞ്ഞാലും നേരാവും. വാപ്പാരെന്നെ പറയണം നിർബന്ധമൊന്നുമില്ല. ഉമ്മമാര് പറഞ്ഞ സ്ഥലത്തും നേരായിട്ടുണ്ട്.